അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എല്ലാവർക്കും കല്ലറയുടെ കലവറയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അതിൽ വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ട്. നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഇതാണ് സാധനം, കുമിള് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയത്തില്ല. നമ്മളെ ചെറുപ്പക്കാർക്കൊന്നും ഇതൊരു വലിയ പരിചയമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ ഈ വനത്തിനോട് ചേർന്നൊക്കെയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ സാധാരണ കിട്ടാറുള്ളതാണ്. കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയായിരുന്നു. അത് നമ്മൾ കറി വെച്ചു കഴിച്ചു. അപ്പോൾ നമ്മുടെ അയൽവാസി ഇവിടെ ഉണ്ട്. നമ്മുടെ സോമനാണ് ഇതിനെ കുറിച്ച് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറയാൻ പോകുന്നത്. നമുക്കറിയാം ഇത് എങ്ങനെയാണ് ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുത്തത്. ഇത് വർഷത്തിലൊരിക്കൽ പിടിക്കും. ഒരു പുറ്റില് ഒരിക്കലാണ് കിട്ടുന്നത്. ഓക്കെ. ഇത് വിരിഞ്ഞാ പിന്നെ 2 മണിക്കൂർ കഴിയുമ്പോൾ പുഴുവണം. ഇല്ലെങ്കിൽ കേടായി പോകും. ഓക്കെ. ഇതിനെ നമ്മള് കറി വയ്ക്കണം എന്ന് പറഞ്ഞാൽ നമ്മള് ഇത് തീയൽ വയ്ക്കൂലേ, അതേ രീതിക്ക് കറി വയ്ക്കണം. അതെ. അപ്പൊ മെത്തേഡെല്ലാം നമ്മൾ ഇവിടുന്ന് സ്വായത്തമാക്കിക്കൊണ്ട് നമ്മൾ ഇതിനെ നല്ല രീതിയിൽ ഒരു കറി വെക്കാനാണ് പ്ലാൻ. ഇതിപ്പോ ഇത് ഒക്കെ വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഇതുണ്ടല്ലേ, മോതിരവളയങ്ങളൊക്കെ ഒരു സാധനമുണ്ട്. ഇതാണത് ആ സാധനം. ഇതുപോലെ ഒരു വളയം നമുക്ക് ഈ പോലെ ഒരു വളയമുണ്ട്. ഇപ്പൊ ഇവിടെ വനത്തിലൊക്കെ ഇവിടെ ശരിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് ഇത് പറിച്ച് വിൽക്കുന്നതായും നിലയൊക്കെ കണ്ടു. അപ്പോഴാണ് നമ്മുടെ പെരയിടത്തിലും ഇത് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഒരു അടിപൊളി വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോകളെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. കൂണ് ഏകദേശം നമുക്ക് അരിഞ്ഞെടുത്തിട്ട് നമ്മൾ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത വെള്ളത്തിലേക്കാണ് ഇതിട്ടിരിക്കുന്നത്. ഒരല്പം എന്തെങ്കിലും നമ്മൾ പറമ്പിൽ നിന്ന് കിട്ടിയില്ലേ, എന്തെങ്കിലും കീടബാധയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ് ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി, ഇതിൻ്റെ പാചക രീതിയൊക്കെ ചോദിച്ചു. അപ്പോൾ തീയലാണ് പറഞ്ഞത്. അപ്പോൾ തീയലും മാറ്റിയിട്ട് നമ്മുടേതായ രീതിയിൽ ഒരു മസാലക്കറി ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇറച്ചിക്കറി പോലെ ഒരു ടേസ്റ്റ് വരത്തക്ക രീതിയിൽ ഒരു മസാലക്കറി, അതും നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഒരടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം. നമ്മൾ മുഴുവനായിട്ട് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും വെള്ളം തോർത്തി എടുക്കണം. നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ പുഴിഞ്ഞെടുക്കാം. ഇതിൻ്റെ ജലാംശം എല്ലാം മാറ്റിയിട്ട് നമുക്കിതിലേക്ക് ഒരരിപ്പയിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഏകദേശം മുഴുവനായിട്ടും നമ്മൾ ജലാംശം മാർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഇതുകൊണ്ടാണ് നമ്മളന്ന് ഒരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ തോർന്ന് വരും. അപ്പോൾ നമുക്ക് അടിപൊളി ടേസ്റ്റിൽ ആദ്യം ഒരു മസാല തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ കൂൺ മസാല കറിക്ക് നമ്മൾ പാനൊക്കെ അടുപ്പിച്ച് വെച്ചു. ഒരല്പം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഏകദേശം ചൂടായി. നമുക്കിനി കുറച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചെടുക്കാം. എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതുകൊണ്ട് കടുകൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പൊട്ടുന്നുണ്ട്. കടുകൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നാടൻ കറിവേപ്പില കിട്ടിയിട്ടുണ്ട്. നാടൻ കറിവേപ്പിലയും കുറച്ച് വറ്റൽ മുളകൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കടുക് വറുക്കാനായിട്ട്. അപ്പോൾ കടുക് ഏകദേശം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇളക്കി. പിന്നെ നമ്മളെ കടുകും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇഞ്ചിയുടെ ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളിയാണ് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളിയും സവാളയുമുണ്ട്. ഒരു മീഡിയം സൈസ് സവാള വരണോ, ബാക്കി ചെറിയ ഉള്ളിയുമാണ്. നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് ഇപ്പോഴത്തന്നെ കുറച്ച് ഒരു 3-4 പച്ച മുളക് കൂടെ നമുക്ക് ചേർക്കാം. അതുകൂടെ ചേർത്ത് ഇളക്കാം. പിന്നെ നമ്മുടെ ഈ മസാലക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇനി ചേർക്കാനുള്ളത്. അപ്പോൾ ഈ സവാളയ്ക്ക് മാത്രമല്ല, നമ്മുടെ ഈ കൂൺ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് എത്രത്തോളം ആവശ്യം വരുമോ അത്
ആ ഉപ്പ് കൂടി നമുക്ക് ഇപ്പോഴും തന്നെ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ തീയൽ വയ്ക്കാൻ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ട് പോയ ആൾ വരുന്നുണ്ട്. നമ്മൾ ഐറ്റം മാറ്റിയത് അറിഞ്ഞിട്ടില്ല, അത് വരുന്നുണ്ട്. വരികണ്ണ, ഞാൻ വീട്ടിലേക്ക് കയറി പോയിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ തീയൽ മെത്തേഡ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. മാറ്റി നമ്മളൊരു ഇറച്ചിക്കറിയുടെ മോഡലിലൊരു മസാലക്കറിയാണ് വയ്ക്കാൻ പോകുന്നത്. ആ മസാലക്കറി അത് സ്പെഷ്യലായിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് ലാസ്റ്റ് പറയണം. അതാണ് വെച്ചിട്ട് കഴിച്ചാൽ മാത്രമേ റിസൾട്ട് പറയൂ. നല്ലതാണെങ്കിൽ അല്ലെന്ന് പറയൂ, ഇല്ലെങ്കിൽ മോശമെന്ന് തന്നെ പറയൂ. അപ്പൊ ഇന്ന് വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ അവസാനം മോശം റിസൾട്ട് പറയുന്ന കേൾക്കാം. അപ്പോൾ ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി കൂടെ ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളി ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലതുപോലെ മഞ്ഞൾപ്പൊടി എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിലേക്ക് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിൽ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെള്ളം തോർത്തി വെച്ചിരിക്കുന്ന കുമിള് നമുക്കിതിലേക്ക് ചേർക്കാം. സോമേണ്ണ ഇടാമോ? സോമേണ്ണ അടി കഴുകി ഇട്ടോളി പോയിട്ട്. ഇപ്പോൾ കണ്ടാൽ ഒരുപാടുണ്ടെന്നൊക്കെ തോന്നും. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ആവി അടിക്കുമ്പോഴത്തേക്ക് ഇത് പാതിയാവും അല്ലേ? പകുതിയാവും. അപ്പോൾ ഈ മസാലയിൽ കിടന്ന് വേണം നമ്മുടെ കൂൺ നല്ലതുപോലെ വെന്ത് വരണം. ഇതിൻ്റെ ഇവിടെ പറയുന്ന പേരാണ് പെരുങ്കള. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ അതിൻ്റെ പേരെന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാനും കഴിയും. അപ്പോൾ ഒരു പുതിയ അറിവാവുകയും ചെയ്യും. നമ്മുടെ ഈ മസാല എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഈ ഒരല്പസമയം നമുക്കിതിനെ അടച്ച് ഒന്ന് വേവിക്കാം. അപ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ വെന്ത് വരും അല്ലേ? അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അല്ലേ? ഇപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. കണ്ടല്ലേ, കൂണിന് നമുക്ക് വേവ് വളരെ കുറവാണല്ലോ. ഇപ്പോൾ തന്നെ ഏകദേശം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് മുളക് പൊടി ചേർക്കാം. ഒരു 1.5 സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. കുരുമുളക് പൊടി 1/2 സ്പൂൺ കുരുമുളക് പൊടി. ഗരം മസാലപ്പൊടി 1/2 സ്പൂൺ. ഉലുവാപ്പൊടി 1 നുള്ള്. ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാം. കുറച്ച് തേങ്ങയുടെ കട്ടി പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പാൽ കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മതിയാവും. നമുക്ക് ഒരുപാട് കറി വേണ്ട, അതൊന്ന് ചെറുതായിട്ട് ആ പാലൂടെ ചേരും. അപ്പോൾ നമുക്ക് ഇനി ഈ തേങ്ങാപ്പാൽ തിളയ്ക്കുന്ന സമയം കൂടെ മാത്രം വെയിറ്റ് ചെയ്താൽ മതി. അതൊക്കെ നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത കൂൺ മസാലക്കറി ഇവിടെ റെഡിയാവും. കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം.
ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഒന്ന് വിതറി എടുക്കാം. അപ്പോൾ നമ്മുടെ കൂൺ കൊണ്ടുണ്ടാക്കിയ സ്പെഷ്യൽ തേങ്ങാപ്പാലൊക്കെ ചേർത്തുണ്ടാക്കിയ സ്പെഷ്യൽ കൂൺ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കഴിക്കാൻ പോകണം. വളരെ പണ്ട് കാലം മുതലേ കഴിച്ചു വന്ന ഒരാൾ നമ്മളിവിടെ കൂടെ ഉണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റ് എന്താണെന്ന് പറയാം. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മോശമാണെങ്കിലും മോശമെന്ന് പറയും അല്ലേ? മോശമെന്ന് പറയും. അപ്പോൾ നമ്മളെ മക്കളുമൊക്കെ ഉണ്ട്, നമ്മളെല്ലാം കൂടെ ചേർത്തിട്ട് കഴിക്കാൻ അങ്ങനെ പോവുകയാണ്. അതാണ് നമ്മുടെ പരിപാടി. അപ്പം നമുക്ക് ഇതിലേക്ക് വയ്ക്കാം അല്ലേ? ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ അങ്ങ് വയ്ക്കാം. ഇന്ത്യ ഭാഗത്തായിട്ട് ഇതുപോലെ കോരി ഇതാ ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, മതിയാവും അല്ലേ? കുറച്ചുകൂടെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് കഴിക്കാം. നമുക്ക് എടുത്ത് കൊടുക്കാം. ചെറിയ ആളിന് നമുക്ക് അല്പം എടുത്ത് ഇതാ കൊടുക്കും. അതിന് എല്ലാവർക്കും കഴിക്കാം. കഴിക്കടാബി. ആദിലക്ഷ്മി ഇനി എടുത്ത് കഴിക്കണം. ആരും എടുത്ത് തരത്തില്ല. ഒരു പ്രാവശ്യമേ ഉള്ളൂ, ഉദ്ഘാടനം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പിന്നെ ഇനി സമയമല്ല, നമ്മൾ എല്ലാം കഴിക്കാൻ പോവുകയാണ്. എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഒരല്പം കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. കാര്യം ഇതിന് അഭിപ്രായം പറയാൻ ഞാനല്ല, മുമ്പേ പല രീതിയിലും കഴിച്ചിട്ടുള്ള ആളുണ്ട്. പണ്ടത്തെ രീതിയിലുള്ള പാചകമല്ല ഇത്. പുതിയ പാചകമാണ് ഇതിൻ്റെ. അതുകൊണ്ട് സംഭവം കൊള്ളാം. അപ്പം നേരത്തെയൊക്കെ നമ്മൾ നേരത്തെ കിളചാറ് കഴിക്കുന്നതല്ലേ, ആ ടേസ്റ്റ് അല്ല ഇത്. ഇത് വേറെ പുതിയ ടേസ്റ്റ്. ഇത് വേറൊരു പുതിയ ടേസ്റ്റ്. അതെ, ന്യൂ ജനറേഷൻ ടേസ്റ്റ്. അപ്പോൾ തീയൽ വെക്കാറുണ്ട്, തോരൻ വെക്കാറുണ്ട്, അങ്ങനെയൊക്കെ വെക്കാറുണ്ട്, മെഴുക്ക് വെക്കാറുണ്ട്. അപ്പോൾ ഇത് കൊള്ളാം. കാര്യം പറയുന്നതിന് മുമ്പ് ഒരു കഷ്ണം കൂടെ കഴിച്ചോട്ടെ. അതൊക്കെ നല്ല ടേസ്റ്റാണ്. ആ റോസ്റ്റാക്കി എടുത്തപ്പോഴും നമ്മൾ അല്പം കഴിച്ചു നോക്കി, റോസ്റ്റായി വന്നപ്പോഴത്തേക്കും. അപ്പോൾ അതെങ്ങനെയാണ് ടേസ്റ്റ് നോക്കിയാണ്. അതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചത്. തേങ്ങാപ്പാലൂടെ ഒഴിച്ച് അതൊന്ന് വറ്റി വന്നപ്പോഴത്തേക്ക് ഇപ്പം പൊളി ടേസ്റ്റാണ് അല്ലേടാ? എന്തൊരു ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആദിലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടു. ആ ചിരി കാണുമ്പോൾ അറിയാം. അങ്ങോട്ട് നോക്കിയൊന്ന് ചിരിച്ചേ. ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ നമ്മൾ പറയത്തില്ല. കാര്യം ഇത് നമ്മുടെ ഇവിടെ അണ്ണം പറയുന്നതനുസരിച്ചാണെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇവിടെ തന്നെ നമ്മുടെ ഈ ഫോറസ്റ്റിനരികിലൊക്കെ ഉണ്ടാകാറുള്ളൂ. ഈ കൂണ് നമ്മൾ സാധാ കൂണൊക്കെ എല്ലാം കിട്ടാറുണ്ടല്ലോ, ഈ കൂണ് അങ്ങനെ മാത്രമേ കിട്ടാറുള്ളൂ. അപ്പോൾ അഥവാ കിട്ടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മോഡലിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമ്മുടെ ഈ വീഡിയോ നമ്മൾ ഇതുപോലെ ഒരെണ്ണം തയ്യാറാക്കണമെങ്കിൽ ഇവർ മുതിർന്ന ആൾക്കാർ പറയുന്ന അനുസരിച്ചുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർഷം മാത്രമേ പറ്റൂ അല്ലേ? അടുത്ത വർഷം കിട്ടിയാലേ പറ്റുള്ളൂ. കിട്ടിയാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ വീഡിയോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇവർ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഇങ്ങോട്ട് നോക്കി പറ, എങ്കിലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. ചെയ്യണം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സ്നേഹപൂർവ്വം കല്ലറയുടെ കലവറ. ഓക്കെ, ബൈ ബൈ. തിന്ന് തീർക്കുമെന്നുള്ള പേടി ക്യാമറ വുമൺ ഉണ്ട്. അതുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ നിർത്തുന്നു. അപ്പോൾ നന്ദി.